എടാ, നമ്മെ വേദനിപ്പിച്ച ബുദ്ധിമുട്ടിച്ച പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ഞാൻ നിന്നോട് ഒന്നേ പറയാൻ ആഗ്രഹിക്കുന്നത്, പ്ലീസ് ദയവ് ചെയ്ത് നീ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാൾക്കും നീ പ്രതികാരം ചെയ്യാൻ പോകരുത്. കാരണം സ്വയം പ്രതികരിക്കുന്ന ചില സമയങ്ങൾ അവർക്ക് തന്നെ അവരുടെ മുമ്പിൽ തന്നെ അത് വരാറുണ്ട്. ലാ തഖനതും മിർ റഹ്മത്തില്ല. പടച്ചവന്റെ റഹ്മത്തിൽ നീ ആശ മുറിഞ്ഞിട്ടില്ലെങ്കിൽ, പടച്ചവൻ നിന്റെ കൂടെ ഉണ്ട് എന്ന വിശ്വാസത്തോടുകൂടെ നീ ക്ഷമിച്ചങ്ങ് നിന്നാൽ, പടച്ചവൻ ഒരു ദിവസമല്ലെങ്കിൽ ഒരു ദിവസം നിന്നെ വേദനിപ്പിച്ച ആളെ ആ പടച്ചവനിക്ക് വേദനിപ്പിക്കാൻ കഴിയും. നീ ഇന്ന് ചെയ്ത ദുആകളും പടച്ചവൻ പലപ്പോഴൊക്കെ ഡിലേ ചെയ്യാറുണ്ട് നിനക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട്. നിന്നോട് വെറുപ്പുണ്ടായിട്ടൊന്നല്ല, പടച്ചവനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടാണ്. കാരണം നീ ചോദിക്കുന്തോറും പടച്ചവനക്ക് നിന്റെ ശബ്ദത്തെ കേൾക്കാൻ വലിയ പൂതിയാണ്. അവനാണെങ്കിലോ അവന്റെ ശബ്ദം കേൾക്കാൻ പടച്ചവനിക്ക് തീരെ ഇഷ്ടമില്ല. അപ്പൊ മലക്കളോട് പറയുന്നു, അവനക്ക് പെട്ടെന്ന് ഉത്തരം കൊടുത്തേക്കെന്ന് പടച്ചവൻ പറയാണ്. കാരണം അവന്റെ ശബ്ദം കേൾക്കാൻ തന്നെ അത്രക്കും അരപ്പാണ്. നീയാണെങ്കിലോ നിന്റെ ശബ്ദത്തെ പടച്ചവനിക്ക് വലിയ ഇഷ്ടമായത് കൊണ്ടാണ് നിന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കുറച്ചൊക്കെ ഡിലേ ആകുന്നത്. അതുകൊണ്ട് ലാ തഖനതു മിർ റഹ്മത്തില്ല. പടച്ചവന്റെ റഹ്മത്തിൽ നീ ആശ മുറിഞ്ഞു പോകരുത്. ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ ബുദ്ധിമുട്ടിച്ച ആളുകൾ നിന്റെ കാലിന്റെ അരികിലേക്ക് വരുന്ന ഒരു സമയമുണ്ടാകും. നമുക്ക് കാത്തു നിൽക്കാം. പടച്ചവനല്ലേ വലുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.